മറവങ്കോട് യക്ഷി അധ്യായം 5. സാവിത്രി, നിന്റെ നസ്രാണി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഒരിക്കലുമില്ല രുദ്ര. അയാളെ അവർ കൊന്നതാണ്. അവൻ ഒരിക്കൽ പോലും എന്നെ കാണാതെ ഇരിക്കാൻ കഴിയില്ല. ഞാനും അവന് ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ അത്രയും ഒരുപാടുണ്ട്. ഇല്ല സാവിത്രി, അവിടെയാണ് നിനക്ക് തെറ്റിയത്. നിന്നെ ചതിക്കുകയും ഇല്ലത്തിലെ അപൂർവങ്ങളായ ഗ്രന്ഥങ്ങൾ കൈക്കലാക്കുകയും ചെയ്ത അയാൾ ഇവിടെ നിന്നും മുങ്ങുകയായിരുന്നു. ഇതറിഞ്ഞ കാരണവന്മാർ നിനക്ക് ഭ്രാന്താവാതിരിക്കാനും നിന്റെ ഗർഭത്തെക്കുറിച്ച് പുറം ലോകം അറിയാതിരിക്കാനും വേണ്ടിയാണ് മുറിയിൽ പൂട്ടിയിട്ടത്. കൊള്ളാം, കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് അല്ലേ? കള്ളക്കഥകൾ വിശ്വസിച്ച് എനിക്ക് തറവാടിനോടുള്ള ദേഷ്യം തീരുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമില്ല സാവിത്രി. ഞാനും നീയും ഈ തറവാട്ടിൽ പിറന്നതല്ലേ. ശാന്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവായിട്ട് നിന്നെ എനിക്ക് എങ്ങനെ കാണാൻ കഴിയും? അതെനിക്കെങ്ങനെ സഹിക്കാൻ കഴിയും? കവടിയിലും ശാസ്ത്രത്തിലും തറവാട്ട് മന്ത്രങ്ങളിലും നിനക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. രുദ്രൻ മുന്നിലുണ്ടായിരുന്ന കവടി നിരത്തി കണ്ണുകൾ അടച്ച് താമ്പൂലത്തിൽ അല്പം മഷി പുരട്ടി അവൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു തുടങ്ങി. നിശബ്ദത ചിത്രം പോലെ തെളിഞ്ഞു വരുന്ന ഓരോ നിമിഷങ്ങളും ആരതിയിൽ കുടികൊള്ളുന്ന സാവിത്രി കൗതുകത്തോടെ നോക്കി നിന്നു. അവനെയും ആ താമ്പൂലത്തെയും അവൾ സൂക്ഷിച്ചു നോക്കി. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ശാസ്ത്രമേ, പരദേവതകളെ, അലഞ്ഞു തിരിയുന്ന എൻ്റെ മുറപ്പെണ്ണിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി നൽകാൻ സത്യങ്ങൾ മാത്രം അറിയിച്ചു തരണേ. കുങ്കുമം കലർത്തിയ കുരിശിയിൽ എല്ലാം വ്യക്തമായി തെളിഞ്ഞു. നസ്രാണിയെ പ്രണയിച്ച ഇല്ലത്തെ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. പറ്റിക്കുകയായിരുന്നു രുദ്ര എന്നെ. നസ്രാണി നഗരം കണ്ട് മോഹിച്ചെത്തിയതൊന്നുമല്ല. തന്നെ പറ്റിച്ച് തറവാട്ടിലെ രഹസ്യമന്ത്രങ്ങൾ തട്ടിയെടുക്കാൻ വന്ന സൂത്രശാലിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ താൻ പടർത്തിയ ഇല്ലത്തിൻ്റെ കാഴ്ചകൾ വെച്ച് തന്നിലൂടെ അയാൾ തറവാട്ടിലേക്ക് എത്തുകയായിരുന്നു. ഒരു ബോണസ് കോയിൻസ് ആയിരുന്നുടോ താൻ അയാൾക്ക്. അവളൊന്നും പറയാതെ കണ്ണു നിറച്ചിരുന്നു. ഒത്തിരി സ്നേഹിച്ചിരുന്നു രുദ്ര ഞാൻ അയാളെ. എന്നെ തലവെച്ച് കിടക്കുമ്പോഴൊക്കെ നീയാണ് എൻ്റെ ലോകമെന്ന് അയാൾ പറയുമായിരുന്നു. ചിലർ മനുഷ്യരങ്ങനെയാണ് സാവിത്രി. അവർക്ക് നമ്മൾ എത്ര സ്നേഹിക്കുന്നു എന്നൊന്നും അറിയില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ കരിങ്കല്ല് പോലെ ഹൃദയശൂന്യരായി തീർക്കും ചിലപ്പോൾ അവർ. ഇതൊന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി രുദ്ര. സാരല്ല സാവിത്രി, താനൊന്നും അറിയാതെയാണല്ലോ. നമുക്കൊന്ന് തെക്കേ തൊടിയിലേക്ക് പോകണം. രുദ്ര, അവിടെ തന്നോടൊപ്പം മാത്രമേ എനിക്ക് പ്രവേശിക്കാൻ കഴിയൂ. കാരണവന്മാർ ബന്ധനം തീർത്തിരിക്കുന്നു അവിടെ. പോകാം സാവിത്രി, അവിടെയൊന്ന് പോകണം. തെക്കേ തൊടിയിൽ നിന്റെ നസ്രാണിയെ തറച്ചിട്ടില്ലെന്ന് താൻ തന്നെ കണ്ട് ഉറപ്പുവരുത്തണം. അവൻ്റെ വിരലിൽ തൂങ്ങി ആരതിയിലൂടെ സാവിത്രി നിലവറയിലേക്ക് കടന്നു. നിലവറയിൽ നിന്നും പുറത്തേക്ക് കടന്ന് ചുറ്റും ശാന്തതയായിരുന്നു. പാലയുടെ ഗന്ധത്തിന് പകരം ഇപ്പോൾ ചെമ്പകത്തിൻ്റെ സുഗന്ധമാണ്. തെക്കേ തൊടിയിലാണ് കാരണവന്മാർ അധികവും അടക്കിയത്. വല്യമ്മാമയുടെ ശവമണ്ഡപത്തിൽ ഇളക്കം തട്ടിയിരുന്ന പുതുമ കാണാൻ സാവിത്രി വല്യമ്മാമയുടെ കാൽക്കൽ വീണു. അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുകയായിരുന്നു. കുറച്ചപ്പുറത്തായി കാഞ്ഞിരമരം കാണാമായിരുന്നു. അവളെയും കൂട്ടി അവൻ കാഞ്ഞിരമരത്തിനടുത്തെത്തി. അവൾ അതിനു ചുറ്റും വന്ന് നടന്നു നോക്കിയെങ്കിലും ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. ശരിക്കും പറ്റിച്ചു രുദ്ര. ഹൃദയം ചാലിച്ച ഒരു പ്രണയകഥയില്ലേ പെണ്ണെ നിനക്ക്? ആത്മാർത്ഥമായി പ്രണയിച്ചതിന് തനിക്ക് കിട്ടിയ സമ്മാനം. സാരല്ല പെണ്ണെ, നീ അനുഭവിച്ച തീഷ്ണതയിൽ പാവങ്ങൾ മുഴുവൻ കഴുകിപ്പോയിട്ടുണ്ടാവും. രുദ്ര, ഞാൻ ആ നെഞ്ചിലോട്ടൊന്ന് ചാരിയിരുന്നോട്ടെ. അവളുടെ വിങ്ങിപ്പൊട്ടിയ ചോദ്യത്തിൽ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൈനീട്ടിപ്പിടിച്ച് അവൻ അവളെ വിളിച്ചു, വായോ. അവളവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കുടുങ്ങി. ആരതിയിലെ സാവിത്രിയെ അവൻ ചേർത്ത് പിടിച്ചു. അവളുടെ തലയിലൂടെ തലോടി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്തിനാടോ ഇങ്ങനെ വിഷമിക്കുന്നത്? ആർക്കും ആരുടെയും ജീവിതത്തിൽ ഒന്നുമല്ലാതായിപ്പോയില്ലേ രുദ്ര ഞാൻ. എന്നിട്ടും ഗതി കിട്ടാതെ ഇങ്ങനെ ഒരു അലച്ചിൽ. ആര് പറഞ്ഞു തന്നോടിതൊക്കെ? എന്നെ വെറുപ്പോടും പേടിയോടും അല്ലാതെ ആരാണ് നോക്കുന്നത് യുദ്ധം? എനിക്കൊരുപാടൊന്നും അറിയില്ല സാവിത്രി. പക്ഷേ നീ ഇനി മുതൽ നമ്മുടെ തറവാട്ടിലെ ദേവതയാണ്. മറവങ്കോട്ടിലെ ദേവതമാരിൽ ഒരാൾ.
നീ എന്തൊക്കെയാണ് രുദ്ര പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? ദേവതമാർക്കൊപ്പം നിനക്കും ഞാനൊരു സ്ഥാനം കരുതിയിട്ടുണ്ട് സാവിത്രി. നമ്മുടെ കാരണവന്മാർ അവിവേകം കൊണ്ട് നിന്നെ പട്ടിണിക്കിട്ട് കൊന്നത് അങ്ങനെ മറക്കാൻ കഴിയുമോ? നിനക്കായി വിളക്കും തിരിയും കൊടുത്ത് ഞാനിവിടെ ഒരു കാവ് പണിയും. ഇനി മുതൽ യക്ഷിയോ രക്തരക്ഷസോ ഒന്നുമല്ല, മറവങ്കോട് തറവാട്ടിലെ ദേവതയാണ്. എനിക്ക് ഒരു ജന്മം കൂടി ജനിക്കണം രുദ്ര, നിന്നെപ്പോലെ സ്നേഹമുള്ള ഒരാളുടെ ഭാര്യയായി. എന്നെ നീ തറവാട്ടിലെ ക്ഷേത്രത്തിൽ കുടിയിരുത്തിക്കൊള്ളൂ. എന്നും നിങ്ങൾക്ക് ഐശ്വര്യവും ആശ്വാസവും പകരാൻ ഞാനുണ്ടാവും. ഏറ്റവും പേടിയുള്ള, അല്ലെങ്കിൽ അറിഞ്ഞുപോലും കേൾക്കാത്ത ഒരു മിത്തായി മാത്രമേ ഞാൻ ഇന്നുവരെ സാവിത്രിയെ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സാവിത്രി എനിക്ക് അങ്ങനെയല്ല. ഹൃദയം ചാലിച്ച് മനസ്സിൽ കുടിയേറിയ ഒരു പ്രണയമാണ്. നിലവറയ്ക്കുള്ളിൽ വീണ്ടും തിരിയിട്ട് അവൻ വീണ്ടും പൂജാകർമ്മങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അനുസരണയുള്ള കുട്ടിയെപ്പോലെ ആരതിയിലെ സാവിത്രി കളത്തിൽ വന്നിരുന്നു. ഓരോ പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ഭസ്മം അവളുടെ നെറ്റിയിൽ ചാർത്തിക്കൊണ്ടിരുന്നു. കഴുകി തയ്യാറാക്കിയ ശിലയിലേക്ക് ചന്ദനം താർത്തി. എൻ്റെ പ്രിയപ്പെട്ട സാവിത്രി, എൻ്റെ പ്രണയമായും എൻ്റെ ദേവതയായും നീ എന്നും ഈ തറവാട്ടിൽ തന്നെ ഉണ്ടാവണം. വരും തലമുറയ്ക്ക് നീയൊരു ആശ്വാസമാകണം. ആരതിയിലെ സാവിത്രി പതിയെ എഴുന്നേറ്റ് രുദ്രനോട് ചേർന്നിരുന്നു. അവൻ്റെ നെറ്റിയിൽ അവളൊന്ന് ചുംബിച്ചു. ഇടപഴകി മതിയാവാതെ മടങ്ങുകയാണ്. എനിക്ക് ഇനിയെങ്കിലും ഒരു തിരിയെങ്കിലും നീ മാറ്റിവെക്കണം. പെട്ടെന്ന് ആരതി തലയിറങ്ങി വീണു. ആരതിയെ അവൻ കൈകളിൽ താങ്ങിയെടുത്തു. നിലവറയുടെ വാതിലുകൾ തുറന്ന് അവളെ അവൻ്റെ മുറിയിലേക്ക് കിടത്തി. കുറച്ച് വെള്ളം കൊണ്ട് ആ മുഖമൊന്ന് കഴുകിക്കൊടുത്തു. പതിയെ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതുപോലെ അവൾ എഴുന്നേറ്റിരുന്നു. എന്തൊരു ഉറക്കമാടോ, എത്ര നേരമായി? ആരതിയെ നോക്കി ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആഹാ, പൂജാമന്ത്രമൊക്കെയായി ഇരുന്നിട്ട് ഇപ്പോൾ എന്നോടാണോ ചോദിക്കുന്നത്? എന്ത് പൂജ? നല്ല ഉറക്കത്തിലായിരുന്നു നീ. നീ ഉറക്കപ്പച്ചിലാണോ? സ്വപ്നം കണ്ടതാണോ? അവൾ കണ്ടതത്രയും സ്വപ്നമാണെന്ന് അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. രുദ്രൻ്റെ നെഞ്ചിൽ അവൾ തലചായ്ച്ച് കിടന്നു. സാവിത്രി ജയിച്ചു ചേർന്ന ശിലയിൽ നിന്നും അപ്പോൾ ഒരു കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. സന്തോഷവും സങ്കടവും ഒരുമിച്ച് ഇടകലർന്ന ഒരു വല്ലാത്ത ഭാവം. ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ അടുത്ത നോവലിനു വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.